നമ്മുടെ അച്ചാറിന്റെ പേര് എന്താണ്? കാർത്തിയായസ്. ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. നാരങ്ങ സോഡ, സോഡ സർവത്ത്, മോര് സോഡ, അങ്ങനത്തെ പല വെറൈറ്റി. ഗൈസ്, ഞാൻ ഒരു കസ്റ്റമറെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു എർട്ടിക പർച്ചേസ് ചെയ്യാൻ വന്നത്. നല്ലൊരു അടിപൊളി എർട്ടിക. അപ്പൊ അത് പർച്ചേസ് ചെയ്ത് വരുമ്പോ ചെറിയൊരു മയക്കം, ഭക്ഷണം കഴിച്ചതിന്റെ ഇതൊന്ന് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് മൂവാറ്റുപുഴന്ന് വരുന്ന വഴിക്ക് പെരുമാവ് എത്തുന്ന മുമ്പ് ഒരു സെറ്റപ്പ് കണ്ടതാണ്. അപ്രതീക്ഷിതമായി കയറി കിട്ടില്ല ചായ, കിട്ടില്ല ഉള്ളിവടി. ഭർത്താവാണ് മിൻചേച്ചിന്റെ സെറ്റപ്പ് ഉണ്ടത്. ചായ കടി മിൻചേച്ചിന്റെ ഭർത്താവാണ് ചായ ഉണ്ടാക്കുന്നത്. ഇതാ കടി മിൻചേച്ചിമ്പോ വരുന്നത്. എന്റെ പേര് രവിയേട്ടൻ ഉണ്ടാക്കിയ ഉള്ളിവട, തൊളുള്ള ഉള്ളിവട ഞാൻ കാണിച്ചുതരാം. നല്ല അടിപൊളി ചായ. നമ്മളെ നാട്ടിൽ കാണാത്ത ഐറ്റം ഉള്ളിവട കേട്ടാ. ഇത് അവരെ വൈഫ് ഇതാണ് ഉള്ളിവടന്റെ ഉള്ളിവടന്റെ ഷേപ്പ്. ഇത് നമ്മളെ രവിയേട്ടൻ ഉണ്ടാക്കിയ ഉള്ളിവട. ഉള്ളിവട മാത്രമല്ല, പരിപ്പുവട, കുറെ ഒരുപാട് വെറൈറ്റീസ് അച്ചാറുകളുണ്ട്. ഒരുപാട് വെറൈറ്റീസ്. ബീഫ്. നമ്മുടെ അച്ചാറിന്റെ പേര് എന്താണ്? കാർത്തിയായസ്. ഇതെന്താ ബീഫാ? ബീഫല്ല, ഇത് നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ ഉണ്ട്, ബീഫ് ഉണ്ട്. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജ് കിട്ടും. ഇൻസ്റ്റാഗ്രാമില്. അത് ശരി. നിങ്ങൾക്ക് പേജ് ഉണ്ട്. ഇവിടുന്ന് ഏകദേശം പെരുമാർക്ക് 10 രൂപ. നല്ല അടിപൊളി കടി, പൊരിച്ച മുരിയ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടി. പിന്നെ ഇങ്ങനത്തെ കുറെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. നാരങ്ങ സോഡ, സോഡ സർവത്ത്, മോര് സോഡ, അങ്ങനത്തെ പല വെറൈറ്റീസ് ഉണ്ട്. രവിയേട്ടനാണ് ചായ ഉണ്ടാക്കുന്നത്, കടി ഉണ്ടാക്കണൊക്കെ രവിയേട്ടൻ. രവിയേട്ടൻ പറഞ്ഞത് എല്ലാ തരം അച്ചാറും കൊറിയർ ചെയ്ത് കൊടുക്കും. എല്ലാ വെറൈറ്റീസിലാ. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അച്ചാർ ഉണ്ടാക്കണ ആരാ? വൈഫാണ് മിൻചേച്ചി ഉണ്ടാക്കണില്ല. അപ്പോ അച്ചാർ വേണ്ട ആൾക്കാരും ഈ പരിസരത്തുള്ള ആൾക്കാരും ഇവരുടെ നമ്പർ നമ്മൾ കൊടുക്കാം. നമ്പർ തരുന്നുണ്ട്, ആൾക്കാർ വിളിച്ചോളൂ. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ചാറിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തോളിക്കാം. അപ്പൊ വീഡിയോ എടുക്കാണ്ടപ്പോ രവിയേട്ടൻ വന്നിട്ടാന്ന് പറയുന്നത് പൈസ ഒന്നും തരില്ല, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് വൈക്ക് പോണ എല്ലാരും ഒന്ന് കയറിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക. അതൊരു വലിയ സഹായമാവും. ഈ വൈക്ക് പോണ ആൾക്കാരൊന്ന് വിസിറ്റ് ചെയ്തോളി. മൂവാറ്റുപുഴന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോ പരുത്തേരി ഹോസ്പിറ്റലിൽ നിന്ന് 50 മീറ്റർ മാറി കനാൽ ജംഗ്ഷൻ എന്നാണ് കറക്റ്റ് സ്പോട്ടിന്റെ പേര്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും പെരുമ്പാവൂർക്ക്. ഓക്കെ. ബൈ ഫ്രം ജാബിർ UBS.